ഈ ഏപ്രിൽ 1 മുതൽ ഒരു വാഹനം ഒറ്റ ഫാസ്ടാഗ് നിയമം നിലവിൽ വന്നു കഴിഞ്ഞു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇത് നടപ്പാക്കുന്നത്. ഇനി നമുക്കിത് എന്താണെന്ന് നോക്കാം. നമ്മളുടെ പലരുടെയും വാഹനത്തിൽ ഒന്നിലധികം ഫാസ്ടാഗുകൾ പതിച്ചിരിക്കും. പക്ഷെ ഇനി മുതൽ അത് പറ്റില്ല. നമുക്കിപ്പോൾ എൻ്റെ വാഹനത്തിൽ ഇപ്പോൾ 4 ഫാസ്ടാഗുകൾ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അവസാനം ഞാൻ ആക്ടിവേറ്റ് ആക്കിയ ഫാസ്ടാഗ് മാത്രമായിരിക്കും പിന്നീട് ഇനി ആക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം ഡീആക്ടിവേറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ എൻ്റെ ഒന്നിലധികം വാഹനങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ഫാസ്ടാഗ് യൂസ് ചെയ്യുന്നത് ചില ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. അതും ഇനി മുതൽ പറ്റില്ല. ഒന്നിലധികം വാഹനങ്ങൾക്ക് ഒരു ഫാസ്ടാഗ് പറ്റത്തില്ല. അതായത് ഒരു വാഹനത്തിന് ഒറ്റ ഫാസ്ടാഗ്, അത് വലിയ നിർബന്ധമാക്കിയിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ഫാസ്ടാഗുകൾ എപ്പോഴും KYC കംപ്ലൈന്റ് ആയിരിക്കണം. അതായത് നമ്മളുടെ ഫാസ്ടാഗുകൾ KYC നോ യുവർ കസ്റ്റമർ നോംസുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം ബാങ്കുകളുടെ. അങ്ങനെ നോ യുവർ കസ്റ്റമർ നോംസ് ഫോളോ ചെയ്യാത്ത ഫാസ്ടാഗുകളാണെന്നുണ്ടെങ്കിൽ ഇനി മുതൽ അതിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ഡീആക്ടിവേറ്റ് ചെയ്യുകയോ ചെയ്യും എന്നാണ് പുതിയ നിയമം പറയുന്നത്.